നമുക്ക് ഓർമ്മയുണ്ടാകും കലാകൗമുദിയിലൂടെ സാഹിത്യവാരഫലം എന്നൊരു കോളം. ലോക സാഹിത്യത്തിലേക്കുള്ള മലയാളിയുടെ കിളിവാതിലായിരുന്നു എം കൃഷ്ണൻ നായർ എഴുതിയ വാരഫലം. 3 പ്രസിദ്ധീകരണങ്ങളിലൂടെ 3.5 പതിറ്റാണ്ട് തുറന്ന സാഹിത്യവാരഫലം എന്ന പ്രതിവാര പങ്ക്തി മലയാള സാഹിത്യത്തിലെ പൊങ്ങച്ചങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ പൊളിച്ചടുക്കി. ഇന്ന് എം കൃഷ്ണൻ നായർ സാർ വിട പറഞ്ഞിട്ട് 18 കൊല്ലം തികയുന്നു. ഒന്നുകിൽ കലാത്മകതയുടെ ഉജ്ജ്വലത, അല്ലെങ്കിൽ കലാശൂന്യതയുടെ കൊടും തിമിരം. ഇതുമാത്രമേ എനിക്ക് അംഗീകരിക്കാനാകൂ. അല്ലാതെ ലേശം പ്രകാശം, ലേശം ഇരുട്ട്, ഇവയുള്ള കലാസൃഷ്ടികൾ എനിക്ക് അഭിമതമല്ല. തന്റെ സ്ഥിരം പങ്ക്തിയായ സാഹിത്യവാരഫലം പുസ്തകരൂപത്തിലായപ്പോൾ എം കൃഷ്ണൻ നായർ അതിന്റെ ആമുഖത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: സൗഹൃദങ്ങൾ കടമയോ ബാധ്യതയോ ആകാതെ, ആളും തരവും നോക്കാതെ സാഹിത്യ സൃഷ്ടികളെ നിശിതമായി വിമർശിക്കാൻ എം കൃഷ്ണൻ നായർക്ക് ഊർജമായത് ഈ നയം തന്നെയാണ്. 1970 ആരംഭിച്ച സാഹിത്യവാരഫലം മലയാള നാട്, കലാകൗമുദി, സമകാലിക മലയാളം തുടങ്ങിയ വാരികകളിലൂടെ 3.5 പതിറ്റാണ്ടുകാലം നീണ്ടു. ഇത്രത്തോളം ജനകീയമായൊരു നിരൂപക പങ്ക്തി മലയാളത്തിൽ അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. സാഹിത്യ വിമർശനം എന്നല്ല, മറിച്ച് ലിറ്റററി ജേർണലിസം എന്നാണ് എം കൃഷ്ണൻ നായർ തന്റെ പ്രതിവാര പങ്ക്തിയെ വിശേഷിപ്പിച്ചത്. കൗതുകകരമായ നിരീക്ഷണങ്ങളും കുറിക്കുകൊള്ളുന്ന നർമ്മവും കൊണ്ടും സമ്പന്നമായിരുന്നു അത്. തിരുവനന്തപുരത്ത് VK മാധവൻ പിള്ളയുടെയും ശാരദയുടെയും മകനായി 1923 മാർച്ച് 3 ജനിച്ച കൃഷ്ണൻ നായർ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായാണ് തൊഴിൽ ജീവിതം ആരംഭിച്ചത്. പിന്നീട് വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം 1978 എറണാകുളം മഹാരാജാസ് കോളേജ് മലയാളം വകുപ്പ് തലവനായാണ് വിരമിച്ചത്. സാഹിത്യവാരഫലം എന്ന സമാഹാരത്തിന് പുറമെ ആധുനിക മലയാള കവിത, കലാസങ്കല്പങ്ങൾ, സൗന്ദര്യത്തിന്റെ സന്നിധാനത്തിൽ, ഒരു ശബ്ദത്തിൽ ഒരു രാഗം എന്നിങ്ങനെ നിരവധി കൃതികളും കൃഷ്ണൻ നായരുടേതായിട്ടുണ്ട്. 2006 ഫെബ്രുവരി 23 എം കൃഷ്ണൻ നായർ വിടവാങ്ങി. മരണത്തിന് ഒരാഴ്ച മുമ്പ് വരെ സാഹിത്യവാരഫലം വായനക്കാരനിലേക്ക് എത്തി. എം കൃഷ്ണൻ നായർക്ക് 24 സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24.